ഹലോ ഫ്രണ്ട്സ്, പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അധ്യായം 261. ഗീതാമ്മയുടെ വാക്ക് കേട്ട് അലറി വിളിച്ചു കൊടുത്തിന് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത് നീലിമയ്ക്ക് എന്ത് പറ്റിയെന്ന അമ്മ പറഞ്ഞത്. സിദ്ധാർത്ഥിന്റെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. നെഞ്ചിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാരം കൂടി വന്നു. ആ കേട്ട വാർത്ത അവന്റെ മനസ്സിനെ പൂർണ്ണമായി തച്ചടച്ചു. സിദ്ധു, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പറ. വിശ്വനാഥൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചോദിച്ചു. ആദ്യം ഇത് പറ, നീലിമയ്ക്ക് എന്ത് പറ്റിയെന്ന് അവൻ വീണ്ടും ചോദിച്ചു. വിശ്വനാഥൻ പറയുന്നത് അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല സിദ്ധാർത്ഥ്, ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞതാണ്. നിനക്കിതിൽ ഇടപെടാനുള്ള കാര്യമില്ലാന്ന് വിശ്വനാഥൻ പറയുന്ന സമയത്ത് തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? നീലിമയുടെ കാര്യം എനിക്ക് വിഷയമില്ലെന്നോ? അച്ഛൻ എത്ര എളുപ്പമായി ഇത് പറഞ്ഞു കഴിഞ്ഞത്? വിശ്വനാഥൻ പറഞ്ഞത് എനിക്കത് പറയാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല സിദ്ധു, കാരണം എനിക്ക് നിന്റെ ഭാവിയാണ് വലുത്. നീ നിന്റെ കല്യാണത്തെ പറ്റിയിട്ട് ചിന്തിക്ക്. ലാവണ്യയുടെ വീട്ടുകാരുമായിട്ട് നമുക്ക് സംസാരിക്കണ്ടേ? എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ വരെയൊന്ന് പോകണം. അതിന് നിനക്ക് ഒഴിവുള്ള ഒരു ദിവസം പറ. ഇതേതായാലും ഈ അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് വിശ്വനാഥൻ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു. അന്നേരം വിഷമം കൊണ്ട് അലറി വിളിച്ചുകൊണ്ടതിന് സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, അച്ഛാ, നീലിമ എന്ന് പറയുന്ന സമയത്തിന് വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, എന്ത് നീലിമ? അവൾ മരിച്ചാൽ അവളെ ഞങ്ങൾ അവളുടെ റിലേറ്റീവ്സിന്റെ കയ്യിലെത്തും. അല്ല, ഇനി അവൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. നീ അവളുടെ ആരുമല്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് ഞങ്ങൾക്ക് നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല. അയാൾ അങ്ങനെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥിന് അങ്ങ് ദേഷ്യം വന്നിട്ട് കയ്യിൽ കിട്ടിയ ആ ഒരു ഫ്ലവർ വേസ് താഴേക്കിട്ടങ്ങ് അടച്ചു. അത് തട്ടിത്തെറിച്ചുകൊണ്ടതിന് വിശ്വനാഥന്റെ കാൽ കീഴിൽ വന്ന് വീണു. സിദ്ധു! വിശ്വനാഥൻ ഇങ്ങനെ ദേഷ്യത്തോടെ വിളിക്കുന്ന സമയത്തിന് നിറ കണ്ണുകളോടെ തന്നെ സിദ്ധാർത്ഥ അയാളെ തുറച്ചു നോക്കി. സിദ്ധാർത്ഥന്റെ ഈ ഒരു അവസ്ഥയിൽ വിശ്വനാഥനും ഗീതാമ്മയെ എന്തു പറയണമെന്നറിയാതെ നിന്നു. ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും അവനെ നീലിമയിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത വിഷമം തോന്നി. സിദ്ധാർത്ഥ് പറഞ്ഞത് നീലിമ എന്റേതാണ്, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് എന്റെ അച്ഛവും. അവർ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടാവുന്ന അത്ര കാലത്തോളമേ ഈ സിദ്ധാർത്ഥ് ഉണ്ടാവൂ. സിദ്ധാർത്ഥ് അങ്ങനെ പറയുന്ന സമയത്ത് പോലും അച്ഛനോടും അമ്മയോടുള്ള വെറുപ്പ് അവന്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഗീതാമ്മ പറഞ്ഞത്, സിദ്ധു, നീ അതോർത്ത് യാതൊരുവിധ ടെൻഷനും ആവണ്ട. അമ്മയുടെ മകന്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷനാവൊന്നും വേണ്ട. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കും. നീ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കല്യാണത്തെ പറ്റിയിട്ട് മാത്രം ചിന്തിക്ക്. സിദ്ധാർത്ഥ് പറഞ്ഞത്, നിങ്ങൾ എത്ര കാലം നോക്കിയതൊക്കെ നീലിമയെ നിങ്ങൾ കൊലക്ക് കൊടുത്തു. ഇപ്പതേ അച്ചുവിനെ കാണാതായി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ, എന്റെ ശവം കൂടെ കാണണോ? അതിന് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ഈ നശിച്ച വാശി കൊണ്ടതിന് എനിക്കെല്ലാം നഷ്ടമായി. ഇനി നിങ്ങൾ എന്നെ തടയാൻ നിൽക്കരുത്. എന്നെ എന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. അങ്ങനെ സിദ്ധാർത്ഥ് വീണ്ടും അവർക്ക് നേരെ അലറി. ഈ സമയത്തിന് വിശ്വനാഥൻ നിശബ്ദനായി. ഗീതാമ്മക്ക് സിദ്ധാർത്ഥന്റെ ദേഷ്യം കണ്ടുകൊണ്ടതിന് വളരെയധികം വിഷമം തോന്നി. ഒന്ന് നിർത്തുന്നുണ്ടോ സിദ്ധു? വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ നിന്റെ അമ്മയാണ്, ഇദ്ദേഹം നിന്റെ അച്ഛനാണ്. ആ നശിച്ച പെണ്ണിന് വേണ്ടി നീ ഇനിയും ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അന്നേരം സിദ്ധാർത്ഥ് ഗീതാമ്മക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടതിനെ പറഞ്ഞിട്ട്, ഇനി ഒരു അക്ഷരം പോലും അവളെ പറ്റി നിങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വന്തം അച്ഛനും അമ്മയാണ് നിങ്ങളെന്ന കാര്യം ഞാൻ അങ്ങ് മറക്കും. ഇത്രയും യാതൊരു ഉപകാരവുമില്ലാത്ത മോനെയാണല്ലോ ഞങ്ങൾ ഇത്ര കാലം കണ്ണലുണ്ണി പോലെ വളർത്തിയതെന്ന് ഗീതാമ്മ നിറ കണ്ണുകളോടെ സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, നിങ്ങൾ കാരണം മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അശ്വിനെ നിങ്ങൾക്ക് സ്വന്തം പേരക്കുട്ടിയായിട്ട് അംഗീകരിക്കാമായിരുന്നല്ലോ. നിങ്ങളുടെ ആവശ്യമില്ലാത്ത വാശി അതെനിക്ക് എന്റെ നീലിമയെ നഷ്ടമാക്കി. നീലിമയെ എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിങ്ങൾ ഒരിക്കലും എന്നെ ജീവനോടെ കാണില്ല. സിദ്ധാർത്ഥന്റെ കടുത്ത വാക്ക് കേട്ടുകൊണ്ടതിന് വിശ്വനാഥൻ വല്ലാത്ത നെഞ്ചുവേദന വന്നു. അതുകൊണ്ട് തന്നെ നെഞ്ചിന്റെ ഭാഗം കടുത്തങ്ങനെ അമർത്തിക്കൊണ്ടതിന് അയാൾ ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഗീതാമ്മ ഇത് കണ്ട് ആകെ പരിഭ്രാന്തയായി. ഗീതാമ്മ പറഞ്ഞത്, നിനക്ക് നിന്റെ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ട് സിദ്ധു. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? സിദ്ധാർത്ഥ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാ, എനിക്ക് എന്റെ മനസ്സ് കൈവിട്ടു പോയി. ഇനി ഞാൻ അങ്ങ് മരിച്ചു പോകണമെന്നും കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആദ്യം നിങ്ങൾ എനിക്ക് എന്റെ നീലിമയെ നഷ്ടമാക്കി. നീലിമയെ എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും എന്നെ ജീവനോടെ കാണില്ല. ഞാൻ ഈ പോകുന്ന പോകിൽ ഞാൻ അങ്ങ് മരിച്ചു പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ. അവളില്ലാതെ ഞാൻ തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അവൻ അവർക്ക് നേരെ ദേഷ്യത്തോട് കൈ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചു. വിശ്വനാഥൻ നെഞ്ചിൽ തടവിക്കൊണ്ടതിന് നിശബ്ദനായി. ഗീതാമ്മ പറഞ്ഞത്, സിദ്ധു, ഞാൻ പറയുന്നതൊന്നും കേൾക്കുമോനെ. നിന്റെയും ലാവണ്യയുടെയും കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിനാകെ മാനക്കേടാണ്. പിന്നെ എല്ലാവരും നമ്മളെ നോക്കിയിട്ട് പരിഹാസത്തോടെ ചിരിക്കും. അതിനെ ചൊല്ലി വീണ്ടും അമ്മയും മകനും വഴക്കായി. ഒരിക്കലും ലാവണ്യെ കല്യാണം കഴിക്കില്ല എന്ന കാര്യം സിദ്ധാർത്ഥ തീർത്തും പറഞ്ഞു. ഗീതാമ്മയാണെങ്കിൽ സിദ്ധാർത്ഥ ലാവണ്യെ തന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന വാശിയിൽ നിന്നു. ഈ വിവാഹം ഞങ്ങൾ പറഞ്ഞുറപ്പിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ നീ ഒരിക്കലും ഈ അമ്മയെ കാണില്ല. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടതിന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഗീതാമ്മയുടെ വാക്കുകളെ പൂർണ്ണമായിട്ടും സിദ്ധാർത്ഥ അവഗണിച്ചു. അമ്മ ഇനി എന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഒരിക്കലും ആ ലാവണ്യെ വിവാഹം കഴിക്കില്ല. അത് കേൾക്കുമ്പോൾ ഗീതാമ്മ ദേഷ്യത്തോടു കൂടി തന്നെ അവനെ തുറപ്പിച്ചു നോക്കി. മകന്റെ വാശിയെ പറ്റിയിട്ട് ഗീതാമ്മക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്നും അവനെ മാറ്റിയെടുക്കുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് ഗീതാമ്മക്കറിയാം.
എങ്കിലും ഗീതാമ്മ അതിന് തന്നെ ശ്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, എങ്കിലും നിനക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനൊന്നും പറ്റില്ല സിദ്ധു. ഇത് വിശ്വ ഗ്രൂപ്പിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ തീരുമാനമാണ്. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, നീലിമയ്ക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അമ്മ ഈ പറഞ്ഞ വിശ്വ ഗ്രൂപ്പ് പോലും ഞാൻ വേണ്ടെന്ന് വെക്കും. പക്ഷേ എനിക്ക് ഏതായാലും എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നേ പറ്റൂ. എനിക്കൊരിക്കലും ലാവണ്യെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഭാര്യ നീലിമയാണ്. അതിനു വേണ്ടിയിട്ട് ഇനി അമ്മ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കുന്നിങ്ങനെ സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ഗീതാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേഷ്യം കൊണ്ടും അമർഷം കൊണ്ടും തന്നെ ഗീതാമ്മക്ക് പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. വിശ്വനാഥനും തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. സിദ്ധാർത്ഥ് പരിഭ്രമത്തോടു കൂടി തന്നെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അവന്റെ മനസ്സിൽ നീലിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള വ്യഗ്രത മാത്രമായിരുന്നു. ഗീതാമ്മയും വിശ്വനാഥനും വിഷമത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോകുന്നതും നോക്കിയിരുന്നു. സിദ്ധാർത്ഥിന്റെയും ലാവണ്യയുടെയും വിവാഹം ഇരു കുടുംബങ്ങളും ചെറുപ്പത്തിലെ ആഗ്രഹിച്ചിരുന്നു. ഇരുവരും വലുതായപ്പോഴും ആ ആഗ്രഹത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലാവണ്യയുടെ വീട്ടുകാരുമായിട്ട് മുന്നേ വിവാഹ ചർച്ചകളൊക്കെ നടത്തിയത്. ലാവണ്യക്കും എല്ലാവരും ചേർന്ന് അതിന്റെ പേരിൽ ഒരുപാടധികം പ്രതീക്ഷകളും കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വെറുതെയായി. ഒരു പാവം പെൺകുട്ടിക്ക് സിദ്ധാർത്ഥ് ആശ കൊടുത്ത് ചതിച്ചതിന് തുല്യമായി ഇപ്പോൾ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ലാവണ്യെ നേരിട്ട് കാണണമെന്നും അതിന്റെ പേരിൽ ലാവണ്യോട് ക്ഷമ പറയണമെന്നൊക്കെ ഗീതാത്മ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അവർക്കിനി അവരുടെ മുന്നിൽ അതല്ലാതെ മറ്റു വഴിയൊന്നുമില്ല എന്നുള്ള കാര്യം ഗീതാമ്മക്ക് മനസ്സിലായി. അവൾ ഭാരിച്ച മനസ്സോടുകൂടി തന്നെ ലാവണ്യെ കാണാൻ വേണ്ടി ലാവണ്യ വീട്ടിലേക്ക് തിരിച്ചു. ഗീതാമ്മക്കാണെങ്കിൽ ലാവണ്യെ ഒത്തിരിയധികം ഇഷ്ടമായിരുന്നു. അവരുടെ മനസ്സിൽ അവൾ അത്രയും നല്ലൊരു പെൺകുട്ടിയായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് പോലും സിദ്ധാർത്ഥിന് എന്തുകൊണ്ടായിരിക്കും അവൾ അംഗീകരിക്കാൻ കഴിയാത്തത്? അവർക്കിപ്പോഴും സിദ്ധാർത്ഥ് ഈ ഒരു വിവാഹം ഉപേക്ഷിച്ചു എന്ന കാര്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലാവണ്യയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ അവരുടെ നെഞ്ചു പിടഞ്ഞു. ഇതേ സമയത്ത് തന്നെ ലാവണ്യ തളർച്ചയോടുകൂടി തന്നെ ബെഡിലിരിക്കുകയാണ്. ഹേമന്തിന്റെ ഭാവമാറ്റം ലാവണ്യക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വഴിയെന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് വേലക്കാരികളിൽ ഒരാൾ തിടുക്കത്തിൽ ലാവണ്യെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നത്. മാഡം, ഗീതാ മാഡം വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതോടുകൂടി തന്നെ ലാവണ്യ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റു. അതിനുശേഷം ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് തന്നെ മുഖം അമർത്തി തുറച്ചതിനു ശേഷം ഒന്നും അറിയാത്ത മട്ടിൽ അവർ നേരെ ഗീതാമ്മയെ കാണാൻ വേണ്ടി താഴേക്ക് വന്നു. ആഹാ ആന്റി, ഇത് ശരിക്കും ഒരു സർപ്രൈസ് ആയല്ലോ. പിന്നെ ഒരു കാര്യം, ഞാനിന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആന്റിയെ സ്വപ്നം കണ്ടു. പുഞ്ചിരിയുടെ കൂട്ടത്തിലെ ലാവണ്യ അങ്ങനെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ഗീതാമ്മക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒന്ന് ചിരിക്കാൻ വേണ്ടി അവർ വല്ലാതെ കഷ്ടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞിട്ട്, മോളെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. ലാവണ്യ അപ്പൊ ചുണ്ടിലൊരു പുഞ്ചിരി വിളർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ആന്റി ഞാനും മിസ് ചെയ്തു എന്ന് പറയുന്ന സമയത്തിന് അവളുടെ സ്വരവും ആർദ്രമായി. അല്ല, മോള് തിരക്കിലായിരുന്നോ? മുഖമല്ലാതെ വല്ലാതെ പോലെയുണ്ടല്ലോ എന്ന് അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ നോക്കിക്കൊണ്ട് തന്നെ ഗീതാമ്മ ചോദിച്ചു. ലാവണ്യ പരിഭ്രമത്തോടു കൂടെ അവരെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഏയ് അതൊന്നുമില്ല ആന്റി. അത് പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ തന്നെ ഒരു തലവേദന. അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, മാറിയോന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല എന്ന മട്ടിൽ ലാവണ്യ തലയാട്ടി. ഗീതാമ്മ പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ മോള് കുറച്ചു നേരം കൂടെ കിടന്നു. ആന്റി ഇവിടെ വെയിറ്റ് ചെയ്യും. അയ്യോ, ഇപ്പൊ കുറവുണ്ട് ആന്റി. ഗീതാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോളും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം അടുത്തല്ലോ, അവൻ മോളെ വിളിക്കാറ്. ലാവണ്യക്ക് ആകെ ടെൻഷനായി. അവൾ ഉമിനീര് ഇറക്കിക്കൊണ്ടതിനെ പറഞ്ഞിട്ട്, അത് പിന്നെ ആന്റി, അവൻ ഇന്നലെ കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. വിവാഹത്തിന്റെ കാര്യമൊക്കെ കുറെ നേരം ഡിസ്കസ് ചെയ്തിട്ടാ പോയെ. ലാവണ്യയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ഗീതാമ്മ ഒന്ന് അമ്പരുന്നു. പക്ഷെ അത് ലാവണ്യെ കാണാതിരിക്കാൻ ഗീതാമ്മ ശ്രമിച്ചു. ഗീതാമ്മ ചോദിക്കുന്നത്, ആണോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പഴയതുപോലെ തന്നെ ഹാപ്പി ആണല്ലോ അല്ലേ? ആന്റിക്ക് ഏതായാലും അത് മതി. സിദ്ധാർത്ഥ് എപ്പോഴും വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയും. കാരണം അവനൊരു ദേഷ്യക്കാരനാണ്. അതൊന്നും ആലോചിച്ച് മോള് ടെൻഷൻ ആവേണ്ട കേട്ടോ എന്നിങ്ങനെ ഗീതാമ്മ പറയുന്നത് സമയത്തിന് ലാവണ്യയുടെ മനസ്സിൽ സംശയം നിറഞ്ഞു. അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത് എന്നിങ്ങനെ ലാവണ്യ ചോദിക്കുന്ന സമയത്തിന്, ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ടെൻഷനൊന്നും വേണ്ട ആന്റി, ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണെന്നിങ്ങനെ ലാവണ്യ പറയുന്ന സമയത്തിന് ഗീതാമ്മയും ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. സിദ്ധാർത്ഥ് ഏതായാലും ഇവളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഗീതാമ്മക്ക് മനസ്സിലായി. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ തന്നെ പോവട്ടെ. അതിനിടയിൽ സിദ്ധാർത്ഥിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന കാര്യം ഗീതാമ്മ ചിന്തിച്ചു. കുറച്ചു നേരം കൂടി ലാവണ്യയും ഗീതാമ്മയും തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം മോളോട് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഗീതാമ്മ അവിടെ നിന്നങ്ങ് പോവാണ്. ഗീതാമ്മ അവിടെ നിന്നങ്ങ് പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ ലാവണ്യ വെറുപ്പോടുകൂടിയായിരിക്കും ഗീതാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഗീതാമ്മ അങ്ങോട്ടേക്ക് വന്നതിന്റെ പിറകിലുള്ള ഉദ്ദേശം ലാവണ്യക്ക് അപ്പോൾ വ്യക്തമായിരുന്നു. ഉറപ്പായിട്ടും സിദ്ധാർത്ഥ് വിവാഹത്തിന് സമ്മതമല്ല എന്ന കാര്യം ആന്റി അറിയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ പറ്റിയിട്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടി ആന്റി വന്നതായിരിക്കും. പതിയെ അവളുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. സിദ്ധുവിനെ പൂർണ്ണമായിട്ടും തനിക്ക് നഷ്ടപ്പെടുകയാണെന്നുള്ള കാര്യം ലാവണ്യക്ക് മനസ്സിലായി. എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമായിട്ട് വരുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് അശ്വിനെ തട്ടിക്കൊണ്ട് വന്നതുപോലും നീലിമയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. വിവാഹത്തിന് സമ്മതമല്ല എന്ന കാര്യം സിദ്ധാർത്ഥ് അറിയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്നോട് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും ഇവര്.
ലാവണ്യക്ക് അവളുടെ ചിന്തകൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നീലിമയും അശ്വിനെയും കൊന്നു കളഞ്ഞാലോ എന്ന് വരെ ലാവണ്യ ചിന്തിച്ചു. പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ അത് ഇപ്പോൾ ഉള്ള സാഹചര്യത്തെ വിപരീതമായിട്ട് ബാധിക്കുമെന്ന് ലാവണ്യക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്താൽ പിന്നീട് ഒരിക്കലും സിദ്ധാർത്ഥിന് തനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ അവന്റെ കുടുംബം തന്നെ തനിക്കെതിരായിട്ട് തിരിയും. ഗീതയുടെ മുന്നിൽ ഞാൻ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവരുടെ മനസ്സിൽ ഒരു കരട് പോലും വീഴ്ത്താൻ പാടില്ല. അതിനിപ്പോ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നീലിമയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. എന്നിട്ട് ആ ചെറുക്കിനെ അവൾക്ക് തിരികെ കൊടുക്കണം. അതിനുശേഷം എന്നേക്കുമായിട്ട് സിദ്ധാർത്ഥിന്റെ കൺവെട്ടിൽ നിന്ന് അവളോട് പോവാൻ പറയണം. അതുമാത്രല്ല, അശ്വിൻ തന്റെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ഒരിക്കലും അറിയാനും പാടില്ല. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ ലാവണ്യ ആകെ ടെൻഷനോട് കൂടെ തന്നെ തലയിൽ കയ്യുവെച്ചിരുന്നു. ഇതേ സമയത്തിന് തന്നെ പൂട്ടിയിട്ട മുറിയിൽ അശ്വിൻ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനെ ആ ഗാർഡുകൾക്കെല്ലാം നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അവൻ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞു. ഒപ്പം തന്നെ ഉറക്കെ അലറിക്കരഞ്ഞു. പക്ഷെ അവിടെ നിൽക്കുന്ന ഗാർഡുകൾ ആരും തന്നെ അവനോട് മോശമായി പെരുമാറിയില്ല. അവൻ ഒരു കൊച്ചു കുട്ടിയാണ് എന്നൊരു ബോധം അവർക്കെല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല, സമയം കഴിയുന്തോറും അവർക്കെല്ലാവർക്കും അവനോട് ചെറിയ വാത്സല്യം തോന്നി തുടങ്ങിയിരുന്നു. കാരണം അശ്വിൻ്റേത് അത്രമാത്രം ക്യൂട്ടായിട്ടുള്ള ഒരു മുഖമായിരുന്നു. ഈ ഒരു ബഹളത്തിനെല്ലാം ഇടയിലേക്കാണ് ലാവണ്യ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വന്നത്. അലങ്കോലമായിട്ട് കിടക്കുന്ന തന്റെ വീട് കണ്ടുകൊണ്ട് തന്നെ ലാവണ്യ അമ്പരന്നു. തന്റെ വിലക്കൂടിയ സാധനങ്ങളെല്ലാം കേടുവന്നിരിക്കുന്ന ആ ഒരു കാഴ്ചയെല്ലാം കാണുന്ന സമയത്തിന് ലാവണ്യക്ക് വല്ലാതങ്ങ് ദേഷ്യം വന്നു. ഇതെന്താ ഇവിടെ മുഴുവൻ ഇങ്ങനെ കിടക്കുന്നത്? ഈ ചെക്കനെ നോക്കാൻ നിങ്ങളൊക്കെ ഏൽപ്പിച്ചു പോയതല്ലേ ഞാൻ എന്നൊക്കെ ചോദിച്ച് ലാവണ്യ ദേഷ്യപ്പെട്ടു. ഇവന് ചെയ്യുന്ന തോന്നിയവാസങ്ങളൊക്കെ നിങ്ങൾ എന്താ കണ്ടു നിന്നോ? അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാണ് അവൻ? അവനുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ജോലിക്കാരെ നോക്കിക്കൊണ്ട് തന്നെ ലാവണ്യ അലറി. കോപത്തോടു കൂടെ ലാവണ്യ നേരെ അശ്വിന് നേരെ പാഞ്ഞു. അശ്വിനെ കണ്ടതോടുകൂടി തന്നെ ലാവണ്യയുടെ കോപം ഇരട്ടിച്ചു. അശ്വിൻ ലാവണ്യത്തിനെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ലാവണ്യ ചോദിക്കുന്നുണ്ട്, ദേ ചെക്ക, ഈ വീട് മുഴുവൻ നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഇത് നിന്റെ തള്ളയുടെ വീടൊന്നുമല്ല. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പോലും ലാവണ്യക്ക് അശ്വിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ അശ്വിന്റെ ദേഹത്തൊന്ന് തൊടാൻ പോലും അവനെ ഉപദ്രവിക്കാൻ പോലും ലാവണ്യക്ക് നന്നേ ഭയമാണ്. കാരണം സിദ്ധാർത്ഥ് എപ്പോ വേണമെങ്കിലും അശ്വിൻ എവിടെയുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്താം. അതുകൊണ്ട് മാത്രം ലാവണ്യ സ്വയം നിയന്ത്രിച്ചു. പെട്ടെന്ന് വെറുപ്പോട് കൂടതിനെ അശ്വിൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ആന്റി നുണച്ചിയാണെന്ന് പറയും. ലാവണ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് ലാവണ്യ ചോദിക്കുന്നത്, നീ എന്താ പറഞ്ഞത്? ഞാൻ നുണച്ചിയാണെന്നോ? ദേ ചെക്ക, വെറുതെ നീ എന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടരുത് എന്ന് പറയും. അവനെ ഉപദ്രവിക്കാനുള്ള ത്വര ലാവണ്യയിൽ നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും അശ്വിൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ജാറും വെള്ളം അങ്ങ് തട്ടിയിട്ടു. അതോടുകൂടി തന്നെ ലാവണ്യക്ക് കോപം ഇരട്ടിച്ചു. ദേഷ്യം വന്നുകൊണ്ട് തന്നെ ലാവണ്യ അശ്വിനെങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഡെയിലി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് തരണേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് അറിയിക്കാനും മറക്കല്ലേ. ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. കമൻസിൻ്റെ ഒക്കെ എണ്ണം കുറവായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കുറവായത്. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻസ് ഇടുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.